കാര്യവിചാരം 75. സ്വപ്നം കാണണം. നാമെല്ലാം സ്വപ്നം കാണാറുണ്ട്. സ്വപ്നങ്ങൾ എന്ന വാക്കിന് അക്ഷരാർത്ഥവും വ്യംഗ്യാർത്ഥവുമുണ്ട്. ആദ്യമായി അക്ഷരാർത്ഥം എന്താണെന്ന് നോക്കാം. പൊതുവെ പറഞ്ഞാൽ ഉറക്കത്തിൽ നമ്മുടെ മനസ്സിൽ ഉത്ഭവിക്കുന്ന ചിന്തകളും അനുഭൂതികളുമാണ് സ്വപ്നങ്ങൾ. നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ അടിത്തട്ടിൽ തങ്ങി നിൽക്കുന്ന ചിന്തകളും കാഴ്ചകളും ഉറക്കത്തിൽ വെളിപ്പെടുത്തപ്പെടുന്നതാണ് അവ എന്നും പറയാം. നാം പകൽ കാണുന്നതും കേൾക്കുന്നതുമായ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ ഉറച്ചിട്ടുണ്ടാകും. ചിലവ നമുക്ക് ഇഷ്ടമുള്ളവയും ചിലവ നമുക്ക് വേദന ഉളവാക്കുന്നവയും ആയിരിക്കാം. ഇവയെല്ലാം ഉറക്കത്തിൽ നമ്മുടെ മനസ്സിൻ്റെ സ്ക്രീനിൽ ഒരു സിനിമ കാണുന്നത് പോലെ കാണുന്നു. ഇവയിൽ ചിലവ പേടിപ്പെടുത്തുന്നവയും മറ്റു ചിലവ സന്തോഷിപ്പിക്കുന്നവയും ആകാം. അതുകൊണ്ട് ഓർമ്മകളുടെ പുനർവ്യാഖ്യാനമാണ് സ്വപ്നങ്ങൾ എന്ന് നാം കാണുന്ന സ്വപ്നങ്ങൾക്ക് ഓരോന്നിനും ഓരോ അർത്ഥമുണ്ട് എന്നാണ് മാനസിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ആ നിലയ്ക്ക് സ്വപ്നങ്ങൾക്ക് ഒരു പ്രവചന സ്വഭാവമുണ്ട് എന്നും പറയാം. ഒരു മുന്നറിയിപ്പ് പോലെ അവയെ കരുതാം. വലിയ ഏതോ ഒരു ഗർത്തത്തിൽ ചെന്ന് വീഴുന്നതായി സ്വപ്നം കണ്ടാൽ അത് അടുത്ത ബന്ധങ്ങളിലുണ്ടാകുന്ന തകർച്ച, പഠനത്തിലും ജോലിയിലും ഉണ്ടാകുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ എന്നിവയെ സൂചിപ്പിച്ചേക്കാം. ആകാശത്തുകൂടി പറക്കുന്ന ഒരു സ്വപ്നം കണ്ടാൽ അത് അസാധ്യവും നിയന്ത്രണാതീതവുമായ ഒരു കാര്യത്തിൻ്റെ സൂചനയായി കണക്കാക്കാം. ഇണ ചതിക്കുന്നത് സ്വപ്നം കണ്ടാൽ അത് ലൈംഗിക പൂർത്തീകരണത്തിനുള്ള അഭിവാഞ്ഛയായി കരുതാം. ഇവയെല്ലാം ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. സ്വപ്നങ്ങളെപ്പറ്റിയും രതിയുടെ സ്വപ്നങ്ങളുമായുള്ള ബന്ധങ്ങളെപ്പറ്റിയും ആദ്യമായി അഭിപ്രായപ്പെട്ടത് സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന മനഃശാസ്ത്രജ്ഞനാണ്. സ്വപ്നം കാണുമ്പോൾ യഥാർത്ഥ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവം ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. ഉണർന്നു കഴിയുമ്പോൾ ആണ് ഇത് സ്വപ്നമായിരുന്നുവല്ലോ എന്ന് തോന്നുന്നത്. നമ്മുടെ ജീവിതാകാംക്ഷകളുടെ പ്രതിഫലനമാണ് സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അത് കുറേയൊക്കെ ശരിയാണ്. അബോധ മനസ്സിൻ്റെ പ്രാകൃത ഭാഷയാണ് സ്വപ്നങ്ങൾ. ആവർത്തിക്കുന്ന സ്വപ്നങ്ങൾ നാം മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ സൂചനയാണെന്ന് എന്നത് വളരെ രസകരമാണ്. മനസ്സ് ആത്മാവിൻ്റെ തടവറയാണ് എന്ന മഹത് വാക്യം ഇവിടെ പ്രസക്തമാകുന്നു. ഇതുവരെ സ്വപ്നത്തിൻ്റെ അക്ഷരാർത്ഥം എന്താണെന്നാണ് പറഞ്ഞത്. ഇനി സ്വപ്നത്തിൻ്റെ വ്യംഗ്യാർത്ഥം എന്താണെന്ന് നോക്കാം. ആലങ്കാരികമായി പറഞ്ഞാൽ സ്വപ്നം നമ്മുടെ പ്രതീക്ഷകളാണ്, ആശകളാണ്, ആഗ്രഹങ്ങളാണ്. ജീവിതത്തിൽ ഔന്നത്യത്തിലെത്തണമെന്ന് ഉള്ളവർ സ്വപ്നം കാണണം. അതിന് പോസിറ്റീവ് മെൻ്റൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറയും. ഡെയിൽ കാർണഗിയുടെയും നെപ്പോളിയൻ ഹില്ലിൻ്റെയും ഒക്കെ പുസ്തകങ്ങൾ വായിച്ചാൽ അതിൻ്റെ ബാലപാഠങ്ങൾ നമുക്ക് ലഭിക്കും. നമ്മുടെ മനസ്സ് ശക്തമായി ആഗ്രഹിക്കുന്നത് എന്തും നമുക്ക് ഒരിക്കൽ ലഭ്യമാകും എന്ന് ആ പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഐ ഹാവ് എ ഡ്രീം എന്ന് തുടങ്ങുന്ന ബോണി എമ്മിൻ്റെ സംഗീതം കേട്ടിട്ടില്ലേ? അതുപോലെ ഉന്നത നേട്ടങ്ങൾ ഉണ്ടാവണമെങ്കിൽ അതിനെപ്പറ്റി അതിശക്തമായി ആശിക്കണം. എന്നിട്ട് ആർജവത്തോടെ അതിനായി പ്രവർത്തിക്കുകയും വേണം. ഇവിടെയാണ് പ്രവൃത്തിയുടെ പ്രസക്തി. വെറുതെ ആശിച്ചാൽ മാത്രം പോരാ, നേട്ടത്തിനായി കഠിനാധ്വാനം ചെയ്യുകയും വേണം. എങ്കിലും സ്വപ്നം കാണുന്നത് തന്നെയാണ് ആദ്യ പടി.